ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴാണ് പെട്ടെന്നൊരു വിശപ്പ് തോന്നിയത്. എങ്കിൽ പിന്നെ അയ്യത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഡൂക്ക് കൂട്ടൻ ഇങ്ങനെ ഉറക്കത്തിൽ നിന്നിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡൂക്കിനൊരു ഹായ് ഒക്കെ കൊടുത്ത് പതുക്കെ തോട്ടി കിടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് തോട്ടിയൊക്കെ എടുത്തു. പിന്നെ അവിടെ പറമ്പിൽ പേരമരത്തെ രാവിലെ കുറച്ച് പേരയ്ക്ക ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം പഴുത്തതാണോ എന്നൊരു ഡൗട്ട് തോന്നുന്നു. അപ്പോൾ പിന്നെ അത് പോയി ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ഫുൾ കാട് കയറിയുകൊണ്ട് ടൈൽസിൻ്റെ കഷ്ണമൊക്കെ വെച്ചങ്ങ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കുക. പാമ്പിനെ പേടിയാണ്, അതുകൊണ്ട് പിന്നെ പേരയ്ക്ക പോയി പറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പേരമരമൊക്കെ കണ്ടു. പേരയ്ക്ക ഇവിടെ നോക്കിയിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലായിരുന്നു. രാവിലെ കണ്ടൊരു ഓർമ്മയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ പേരയ്ക്ക അങ്ങ് കണ്ണിപ്പെട്ടു. പിന്നെ തോട്ടി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തല്ലി നോക്കി. ആദ്യം പേരയ്ക്കാക്കി വരാൻ കുറച്ച് മടിയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ബലം പ്രയോഗിച്ചപ്പോൾ അച്ഛനെങ്കിൽ എൻ്റെ കൂടെ പോന്നു. 2 പേരയ്ക്ക വീണായിരുന്നു. അതിലൊരെണ്ണം കിളി കഴിച്ചിട്ട് പോയി, അതെടുത്തങ്ങ് കളഞ്ഞു. പിന്നെ മറ്റേത് പേരയ്ക്ക കുറച്ച് വിളയാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റംബൂട്ടാൻ മരത്തെ നോക്കിയപ്പോഴത്തേക്കിനും അത് നിറച്ചും വിളഞ്ഞു നിൽക്കുന്നു. ചെറുതായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ പഴുത്തിട്ട് വേണം അകത്താക്കാൻ.